ഒലക്കയുടെ മൂട് എന്തെന്നായി കാണിക്കുന്നേ? മിനിസ്റ്റർ ഇപ്പൊങ്ങി എത്തുമെന്നാണല്ലോ തോന്നുന്നത്. ഡെക്കറേഷൻസ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മിനിസ്റ്ററിന്റെ സ്വീകരണത്തിൽ ഒരു കുറവും ഉണ്ടാകരുത്, പറഞ്ഞേക്കാം. പേടിക്കണ്ട മാഡം, ഞാനില്ലേ. എടോ ബെഹദൂറെ, ഒലക്കയുടെ മൂട് ഇവൻ എവിടെ പോയി കിടക്കാണോ? ഒലക്കയുടെ മൂട് നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? പറഞ്ഞു പോയിക്കൂടെ? തന്നെ വിളിച്ച് വിളിച്ച് എന്റെ തൊണ്ട വരണ്ടു പോയി. എല്ലാവർക്കും നന്മ എന്ന ചാരിറ്റി ഫണ്ടിന്റെ ബോക്സ് റെഡിയാണല്ലോ, അത് നമ്മുടെ മിനിസ്റ്ററിന് കൊടുക്കണ്ടേ? അതെ മാഡം, എല്ലാം തയ്യാറാണ് മാഡം. വിഷമിക്കണ്ട മാഡം, എല്ലാം ഞാൻ ഏറ്റു. എടോ, ഇത് എന്റെ ഡയലോഗാണല്ലോ. ഒരു കാര്യം ഓർത്തോണം, മിനിസ്റ്റർ സാർ എന്താ പറഞ്ഞെന്നറിയോ? ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് മാത്രമേ കുടിക്കുള്ളൂ അത്രേ. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ചന്തയിൽ ചെന്ന് മേടിച്ചോണ്ട് വന്നാലും നീ പറിച്ചുണ്ടാക്കിയാലും പെട്ടെന്ന് കൊണ്ടുവരണം. ഞാൻ കേട്ടത് നിങ്ങളും കേട്ടായിരുന്നോ? അവര് പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവർക്കും നന്മയേക്കുന്ന ചാരിറ്റി ഫണ്ട്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ നമുക്ക് തീർച്ചയായും നന്മ സംഭവിക്കും. ഹലോ പോലീസ് മാഡം, ഞാൻ മിനിസ്റ്റർ സാറിന്റെ സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കാറിന്റെ ടയർ പഞ്ചറായി. ഞങ്ങൾ നഗരത്തിന് പുറത്തുള്ള പഴയ ബംഗ്ലാവിന്റെ മുന്നിലുണ്ട് കേട്ടോ. നിങ്ങളതോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ ആരെങ്കിലും പറഞ്ഞേക്കാം. അവര് വന്ന് നിങ്ങളെ കൂട്ടിക്കോളും. ആരെങ്കിലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക്. ഒരുപാട് സമയം ഇങ്ങനെ വെയിലത്ത് നിൽക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? എന്ത് പറ്റി പോലീസ് മാഡം? മിനിസ്റ്റർ വന്ന വണ്ടി പഞ്ചറായി പോയത്രേ. പുള്ളി ഭയങ്കര ദേഷ്യത്തില. ബഹദൂരെ, കൊച്ചിർക്ക, നമ്മുടെ പഴയ ബംഗ്ലാവിന്റെ അടുത്ത മിനിസ്റ്റർ ഉള്ളത്, അവിടെ ചെന്നൊന്ന് റിസീവ് ചെയ്തോണ്ട് വരൂ. ആരുടെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അവർക്ക് അത് മാത്രമേ കിട്ടുകയുള്ളൂ. ഹാൻഡ്സ് അപ്പ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിൽക്കുന്നിടത്ത് നിന്നും രണ്ടുപേരും അനങ്ങി പോകരുത്. ആരാ നീ? നിനക്ക് എന്താ വേണ്ടത്? മിണ്ടാതെ കയറി ജീപ്പിലിരിക്കേ. എടാ ഡോൽക്കി, അവര് രണ്ടുപേരെയും പിടിച്ച് അകത്തോട്ടാക്ക്. ചേട്ടാ റെഡി? നമസ്കാരം മിനിസ്റ്റർ സാറേ, ഞങ്ങൾ വരാൻ താമസിച്ചൊന്നുമില്ലല്ലോ. മിനിസ്റ്റർ സാറേ, അവര് ചോദിക്കുന്നതേ അവരിങ്ങോട്ട് വരാൻ ലേറ്റായി പോയോ? ലേറ്റ് ആയെന്ന്? ഇല്ല ഇല്ല ഇല്ല, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നല്ലോ. വരൂ, നമുക്ക് വേഗം പോവാം. പോലീസ് മാഡം പറഞ്ഞു മിനിസ്റ്റർ സാർ വളരെ ദേഷ്യത്തിലാണെന്നാണല്ലോ. പക്ഷെ ഇയാളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അല്ല, ഈ ടേബിളിന്റെ മുകളിൽ എന്തുമാത്രം പൊടിയാ കിടക്കുന്നത്? മിനിസ്റ്റർ സാർ എങ്ങാനും കണ്ട എന്ത് പറയും? എന്റെ ചേട്ടാ, പെട്ടെന്ന് ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് മൂക്കൊന്ന് പിടിക്കേ. ഒരു അല്പം പൊടിയെങ്കിലും നിങ്ങളുടെ മൂക്കിനകത്ത് കയറി പോയാലേ നിങ്ങൾ തുമ്മിയാ പിന്നെ നിങ്ങൾ ഭിക്ഷക്കാരനായിട്ട് മാറും. എല്ലാവരും നമ്മളെ ചവിട്ടി കൊല്ലും. വരൂ സോ വരൂ. എല്ലാവർക്കും നന്മയെന്ന ചാരിറ്റി ഷോയിലേക്ക് നിങ്ങളെ വരവേൽക്കുകയാണ്. എന്താണ് ഇങ്ങനെ മൂക്കടച്ചു പിടിച്ചിരിക്കുന്നത്? അത് പിന്നെ മിനിസ്റ്റർ സാറിനെ പൂക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അലർജിയോ? പക്ഷേ ഞാൻ കേട്ടത് അദ്ദേഹത്തിന് ഈ പൂക്കൾ വളരെയേറെ ഇഷ്ടമാണെന്നാണല്ലോ. സാരമില്ല. എടോ ബഹദൂറെ, പെട്ടെന്ന് മിനിസ്റ്റർ സാറിന് ജ്യൂസ് കൊണ്ടൊന്ന് കൊടുക്കണോ? ഈ ബഹദൂറിന് ഒരു ജോലിയും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, മിനിസ്റ്റർ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് മാത്രമേ കുടിക്കൂന്ന്. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. പോലീസ് മാഡം, നിങ്ങളൊരു പ്രാവശ്യം മിനിസ്റ്റർ സാറിനെ ഒന്ന് ഫോൺ ചെയ്തേ. എന്താടാ കൊച്ചേർക്ക, മിനിസ്റ്റർ അല്ലേ അവിടെ ഇരിക്കുന്നത്, പിന്നെന്തിനാ നമ്മൾ അദ്ദേഹത്തിന് വീണ്ടും ഫോൺ ചെയ്യുന്നത്? പോലീസ് മാഡം, ആദ്യം മിനിസ്റ്റർ സാർ പറഞ്ഞത് അദ്ദേഹത്തിന് പൂക്കൾ എന്ന് വെച്ചാൽ അലർജിയാണെന്ന്. പക്ഷെ ഇപ്പൊ ഓറഞ്ച് ജ്യൂസിന് പകരം സന്തോഷമായിട്ട് ലെമൺ ജ്യൂസ് ആണല്ലോ കുടിച്ചത്. ഒരു വാക്കുപോലും കംപ്ലൈന്റ് ചെയ്തില്ലല്ലോ. ഒന്ന് ഫോൺ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിക്കേ, മിനിസ്റ്ററിന്റെ ഫോൺ റിംഗ് ആവുന്നുണ്ടോ നോക്ക്. അപ്പൊ എന്റെ സംശയം ശരി തന്നെയാ. ദേ അത് കണ്ടോ, ആ ഡെമി മിനിസ്റ്ററിന്റെ ഫോൺ ടേബിളിന്റെ മുകളിൽ തന്നെ ഉണ്ട്. അതിന്നൊരു റിംഗ് പോലും വന്നിട്ടില്ല. പോലീസ് മാഡം, നമുക്ക് ശരിക്കുള്ള മിനിസ്റ്ററിനെ തേടി കണ്ടെത്തണം. പോലീസ് മാഡം, ഞാനും തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഈ രണ്ടാളെയും പുറത്തേക്ക് വിടരുത്. പിന്നൊരു കാര്യം കൂടി, എല്ലാവർക്കും നന്മയേക്കുന്ന ചാരിറ്റി ഫണ്ട് അവരുടെ കയ്യിൽ കിട്ടരുത്. വരൂ പോലീസ് മാഡം, നമുക്ക് ചെന്ന് അന്വേഷിക്കാം.
എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ ചാരിറ്റി ഫണ്ടിന്റെ ബോക്സ് ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയേനെ. എന്തിനാ ഇത്രയും ധൃതി വെക്കുന്ന മിനിസ്റ്റർ സാറേ? പാർട്ടി ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതാണ് ആ സ്ഥലം. ഇവിടെ വെച്ചാണ് ആ ഡമ്മി മിനിസ്റ്ററിനെ സെക്രട്ടറിയെ ഞാൻ കണ്ടത്. ഒരു പക്ഷെ ഇവിടുന്ന് നമുക്ക് വല്ല എവിഡൻസും കിട്ടിയാലോ? പോലീസ് മാഡം, ഇത് കണ്ടോ? ടയറിന്റെ മാർക്ക് ലെഫ്റ്റിലോട്ട് പോകുന്നു. എന്നാൽ അവിടെ ഉള്ളതൊരു പഴയ ബംഗ്ലാവാണല്ലോ. അവിടെ ആരും വരൂ താമസം. പോലീസ് മാഡം, നമുക്ക് എന്തായാലും ചെന്ന് നോക്കിയേക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കൈവശം മിനിസ്റ്റർ സാറിന് വേണ്ടി ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. പക്ഷെ അതിനു മുൻപ് മിനിസ്റ്റർ സാർ നമ്മുടെ ഫണ്ട് ഹൗസ് നഗരുടെ ജനങ്ങൾക്ക് മുൻപിൽ ഒരു പ്രസംഗം നടത്താൻ പോവുകയാണ്. ഒരു പക്ഷേ മിനിസ്റ്റർ സാർ എന്തേലും സ്പീച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാകും. വല്ലതും വിളിച്ചു പറഞ്ഞ് കുടുങ്ങി പോവല്ലേ? അതുകൊണ്ട് ആദ്യം എന്റെ മുന്നിലെ 2-3 ലൈന് സംസാരിച്ച് കാണിക്കേ. എന്നിട്ട് ചാരിറ്റി ഫണ്ടിന്റെ ബോക്സ് വാങ്ങിച്ചൊക്കെ പോയേക്കാം. സ്പീച്ചോ? എന്റെ മുത്തശ്ശൻ പോലും ഒരിക്കലും സ്പീച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. അത് ഓർത്ത് വിഷമിക്കേണ്ട മിനിസ്റ്റർ സാറേ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുൻപേ തന്നെ സാറിന് പ്രസംഗിക്കാൻ ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ടുണ്ട്. സാർ എല്ലാവരുടെയും മുമ്പിൽ ഇത് വെറുതെ ഒന്ന് വായിച്ചാൽ മതി സാറേ. മിനിസ്റ്റർ സാർ നല്ലൊരു കാര്യം ചെയ്തിട്ടാണല്ലോ പോയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ കൈവശമാണ് എന്റെ വോട്ടുകളെല്ലാം. ഇനി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്ന എന്റെ വിശ്വാസം. ഫണ്ട് ഹൗസിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സർവ്വകാര്യം ചെയ്യും. റേഷനും വെള്ളവും കറണ്ടും മാത്രം തരില്ല. ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര തമാശ തോന്നുന്നുണ്ട്. എന്നെ പോലൊരാളുടെ സ്പീച്ച് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നു? അല്ല, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, വെറുതെ ഇവിടെ വന്ന് കുത്തിയിരുന്ന് വായി നോക്കിയിരിക്കാൻ. എറിഞ്ഞോ? അവരെ കൊല്ലട്ടെ. അമ്മാവാ, അവരെ ഇടിക്കുന്നത് കണ്ടോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ശരിക്കുള്ള മിനിസ്റ്റർ അനന്തരവൻ കൊണ്ടുവരുന്നത് വരെ ജനങ്ങൾ ഇവര് പെരുമാറട്ടെന്നേ. മിനിസ്റ്റർ സാറേ, ഇന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരു സർപ്രൈസ് ബാക്കിയുണ്ട് കേട്ടോ. എന്താ ഡമ്മി മിനിസ്റ്റർ സാറേ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ സർപ്രൈസ്? ചേട്ടാ, നമ്മള് കുടുങ്ങിപ്പോയി കേട്ടോ. ഇനി ഒന്നും നോക്കാതെ ചാരിറ്റി ബോക്സ് എടുത്ത് ഓടിയേക്കാം. അത് കണ്ടില്ലേ, അവന്മാര് ചാരിറ്റി ബോക്സ് കൊണ്ട് ഓടുന്നത്. അവന്മാരും വെറുതെ വിടാൻ പാടില്ല. അവന്മാര് പിടിക്കുക. അവന്മാര് വെറുതെ വിടരുത്. എന്നോട് നിൽക്കാനാ പറഞ്ഞത്. അവന്മാര് വെറുതെ വിടാൻ പാടില്ല. പിടിച്ചോ. എന്നെയല്ല പിടിക്കേണ്ടത്, അവന്മാരെയാണ്. ഞാൻ ഡമ്മിയല്ല, ഒറിജിനൽ മിനിസ്റ്ററാണ്. എന്നെ വിടാൻ. ഞാൻ നോക്കിയിട്ട് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. ആരാ ഒറിജിനൽ ആരാ ഡമ്മിന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും. മിനിസ്റ്റർ സാറിന് ആ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്ക്. എന്റെ സെക്രട്ടറി നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു? ഞാൻ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് മാത്രമേ കുടിക്കുള്ളൂ എന്ന്. അദ്ദേഹത്തെ വിട്ടേക്ക്, അദ്ദേഹം ശരിക്കുള്ള മിനിസ്റ്ററാണ്. ഓ, എന്നോട് ക്ഷമിക്കേണ്ട മിനിസ്റ്റർ സാറേ. എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ലെന്നേ ആരാണ് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എന്ന്. എനിക്ക് മനസ്സിലായില്ലെന്നേ. അവന്മാരെ വിടരുത്, പിടിക്കവന്മാരെ. ഓലക്കട മൂട്, തേങ്ങ കൊല, മാങ്ങ തൊലി, ഇവിടെ ഒരുത്തരും കാണുന്നില്ലല്ലോ. ഇനിയൊന്ന് നീ രക്ഷപ്പെട്ട് ഓടിക്കാൻ നോക്കട്ടെ. എടാ എടാ ഡങ്ക ഡോൽക്കി.
അതെ അനന്തരവ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ അവന്മാര് ചാരിറ്റി ഫണ്ടും കൊണ്ട് രക്ഷപ്പെടുന്നേ. നമ്മളോട് കളിച്ചാലേ തീർച്ചയായും അവന്മാര് വിവരം അറിയും. വലിയ വലിയ ക്രിമിനൽസിനെ പോലെ എടുത്ത് പന്താടിയവരാ ഈ അമ്മാവനും അനന്തരവനും. നമ്മള് രക്ഷപ്പെട്ടടാ. അതെ ചേട്ടാ. അടുത്തത് ഞാനാ നിന്നെ എടുത്തിട്ട് പെരുമാറാൻ പോകുന്നത്. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ തൊഴിയിൽ നിന്നും ഒരുത്തനും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും നന്മയെന്ന് ചാരിറ്റി ഫണ്ട് യൂസ് ചെയ്ത് നീ ലൈഫിൽ അങ്ങ് സെറ്റിൽ ആവാന്ന് വിചാരിച്ചോ? ഇനി ചെന്ന് ജയിലിൽ ഇരുന്ന് ഉണ്ട നിന്നോടോ ഉണ്ടാ. ഇത് ചെയ്തത് ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റുമോ? അല്ലേ അമ്മാവാ? ആ അതെ പെർഫെക്റ്റ്. ഓക്കേ